നമസ്കാരം. എനിക്ക് നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു. അപ്പോൾ ഞാൻ പകല് ഫ്രീ ആയിട്ട് നടക്കുന്ന സമയത്ത് നമ്മുടെ ചേച്ചിമാരുടെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. മാർക്കറ്റ് ഭാഗത്ത് സ്വീപ്പിങ്ങിന് വന്നേക്കുന്ന ചേച്ചിമാരെ നിങ്ങളൊന്ന് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ച് വന്നാണ്ടാ. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇത് രജനി ചേച്ചിയാണ്. MC റോഡിൻ്റെ ഭാഗവും പോലീസ് സ്റ്റേഷൻ പരിസരവും ഒക്കെ ദിവസവും അടിച്ചുവാരി വൃത്തിയാക്കുന്നത് രജനി ചേച്ചിയാണ് കേട്ടോ. ഈ ഭാഗങ്ങളിലെ മാലിന്യങ്ങൾ അടിച്ചുവാരി ശേഖരിച്ചതിന് ശേഷം അതെല്ലാം വണ്ടിയിൽ കയറ്റി വെജിറ്റബിൾ മാർക്കറ്റിൻ്റെ ഭാഗത്തേക്ക് കൊണ്ടുവരും. ഇത് അജിത് ചേച്ചിയാണ്. AM റോഡ്, കല്ലുങ്കൽ റോഡ്, ഗവൺമെൻറ് ആശുപത്രിയുടെ പരിസരമൊക്കെ വൃത്തിയാക്കുന്നത് അജിത് ചേച്ചിയാണ്. അവിടെ നിന്നെല്ലാം അടിച്ചുവാരി മാലിന്യം ശേഖരിച്ച് വണ്ടിയിൽ കയറ്റിയിട്ട് മാർക്കറ്റിലേക്ക് എത്തിക്കൂട്ടാ. ഇത് ശ്രീദേവി ചേച്ചിയാണ്. KSRTC റോഡ്, KSRTCയുടെ പരിസരമൊക്കെയാണ് ശ്രീദേവി ചേച്ചിയുടെ പ്രധാന ജോലി മേഖല. ഇത് സോഫി ചേച്ചിയാണ്. മാർക്കറ്റിന് ചുറ്റുമുള്ള ഭാഗങ്ങളും വൃത്തിയാക്കി സൂക്ഷിക്കുന്ന സോഫി ചേച്ചിയുടെ ജോലിയാണ്. ഇവരാണ് നമ്മുടെ പെരുമ്പാവൂർ ടൗണിലെ വിവിധ ഭാഗങ്ങളിൽ ദിവസവും വൃത്തിയാക്കി സൂക്ഷിക്കാൻ കഠിനാധ്വാനം ചെയ്യുന്ന ചേച്ചിമാരട്ടാ. ഇവർ വൃത്തിയാക്കി ഈ റോഡുകളിലേക്കൊക്കെ നോക്കി MC റോഡായാലും AM റോഡായാലും പോലീസ് സ്റ്റേഷൻ പരിസരമായാലും KSRTC പരിസരമായാലും ഗവൺമെൻറ് ആശുപത്രിയുടെ ഭാഗമായാലും അവരുടെ അധ്വാനം കൊണ്ടാണ് ഈ പ്രദേശങ്ങളൊക്കെ ഇത്രയും വൃത്തിയായി കാണുന്നത് കേട്ടോ. ഇവരിങ്ങനെ അടിച്ചു വാരുന്നതിൻ്റെ കൂട്ടത്തിൽ ജൈവമാലിന്യമുണ്ട്, പ്ലാസ്റ്റിക് മാലിന്യമുണ്ട്. പ്ലാസ്റ്റിക് മാലിന്യമൊക്കെ MCFലേക്ക് കൊടുക്കും കേട്ടോ, റീസൈക്ലിങ്ങിനായിട്ട്. MCFിൻ്റെ പ്രവർത്തനങ്ങളെ കുറിച്ചുള്ള വീഡിയോ ഇതിനു മുമ്പ് ഞാൻ ചെയ്തിട്ടുണ്ട്. നമ്മുടെ വീഡിയോകളിൽ നോക്കിയാൽ നിങ്ങൾക്കത് കാണാൻ പറ്റും കേട്ടോ. ഈ റോഡൊക്കെ കാണുമ്പോൾ തന്നെ അറിയാം എന്ത് ഭംഗിയായിട്ടാണ് അവർ അടിച്ചുവാരി നീറ്റാക്കി ഇട്ടേക്കുന്നത്. നല്ല ആത്മാർത്ഥമായിട്ട് ജോലിയാണ് ചേച്ചിമാരാണ്ട് അവരെല്ലാവരും തന്നെ. ഇവർ ഉന്തുവണ്ടിയിൽ കയറ്റി കൊണ്ടുവരുന്ന മാലിന്യങ്ങളെല്ലാം ഇവിടെ മാർക്കറ്റിൽ എത്തിച്ച ശേഷം നേരെ ഒരുമിച്ച് കളയുകയല്ല ചെയ്യുന്നത്. അവിടെ വെച്ച് മാലിന്യം തരംതിരിക്കും. ജൈവ മാലിന്യം പ്രത്യേകം മാറ്റി വയ്ക്കും. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വേർതിരിച്ച് പ്രത്യേകം ചാക്കുകളിലാക്കി ശേഖരിക്കും. ജൈവ മാലിന്യം എടുക്കുന്നതിനായി ലോറി വരുമ്പോൾ അത് ലോഡ് ചെയ്ത് മാറ്റും. അതുപോലെ തന്നെ പ്ലാസ്റ്റിക് മാലിന്യം ഒരു ലോഡാകുമ്പോൾ നഗരസഭയുടെ വാഹനം എത്തി അത് കയറ്റി MCFിലേക്ക് കൊണ്ടുപോകും. ഇതാണ് നമ്മൾ കാണാതെ പോകുന്ന ഒരു വലിയ ശുചീകരണ പ്രവർത്തനത്തിന്റെ ഭാഗം. നമ്മൾ രാവിലെ ടൗണിലൂടെ നടക്കുമ്പോൾ വൃത്തിയുള്ള റോഡുകളും പരിസരങ്ങളും കാണുന്നു. പക്ഷേ അതിന് പിന്നിൽ പുലർച്ചെ മുതൽ കഠിനാധ്വാനം ചെയ്യുന്ന ചേച്ചിമാരെ പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാറില്ല. നമ്മുടെ ടൗണിനെ ഇത്രയും വൃത്തിയും ഭംഗിയുമായി നിലനിർത്താൻ ശ്രമിക്കുന്ന ഈ ചേച്ചിമാർക്ക് നമുക്ക് വലിയൊരു കയ്യടി കൊടുക്കണം കേട്ടോ. നമ്മുടെ നാട്ടിലെ റോഡും പരിസരവും ക്ലീനായി കിടക്കുന്നത് ഈ നിൽക്കുന്ന ചേച്ചിമാരുടെയൊക്കെ അധ്വാനത്തിൻ്റെ ഒരു പങ്ക് കൂടി അതിനകത്തുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്തേക്ക്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.